ഇന്ന് ഞാനും ഉണ്ടാവില്ലായിരുന്നു. കാരണം വെച്ചാൽ അവിടെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുകയാണ്. കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ചിലപ്പോൾ ഞാനും ഒരു തീരുമാനം എടുത്തിരിക്കും. എൻ്റെ ലൈഫ് തന്നെ അവിടെ തീർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റിയത് ആ പ്രോഡക്റ്റ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമസ്കാരം. കഴിഞ്ഞ ദിവസം ജസ്പേഡ് ബിൽഡേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം എറണാകുളത്തുള്ളൊരു വലിയൊരു ഹോട്ടലിൽ വെച്ച് നടത്തുകയുണ്ടായി. അവിടെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അതേ ഹോട്ടലിലൊരു മാനേജർ ഞാൻ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഒരു കഥ ഓർമ്മ വന്നത്. അതായത് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വലിയ ഒരു വൈദ്യനുണ്ടായിരുന്നു. അത്യാവശ്യം പേര് കേട്ട വൈദ്യനായിരുന്നു. ഇദ്ദേഹത്തിന് അവിടെ അന്ന് ആ സമയത്ത് ക്യാൻസറിനുള്ള മരുന്നും അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചത് അത്. ആ സമയത്ത് അന്ന് അവിടെ ഒരുപാട് ആളുകൾ ആ ഗ്രാമത്തിൽ ക്യാൻസർ ഒന്ന് മരണപ്പെട്ടു. പക്ഷെ ഈ വൈദ്യൻ ഈ മരുന്ന് കൈവശമുള്ള വിവരം ആരോടും പറഞ്ഞില്ല. എൻ്റെ ചോദ്യം, എങ്കിൽ ആ മരണത്തിന് ഉത്തരവാദി ആരാ ശരിക്കും? ഇതേപോലെ തന്നെ ജസ്പേഡ് ബിൽഡേഴ്സിൻ്റെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന ആശയം ഇവിടെ നടപ്പിലാക്കുമ്പോൾ അവിടെ താമസിക്കാൻ വരുന്നവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു വെൽനസ് പ്രൊഡക്റ്റ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വെൽനസ് പ്രൊഡക്റ്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിന് ഉപയോഗിച്ച് അതിൽ നിന്നും വലിയൊരു എക്സ്പൊനൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാനേജറെയാണ് എന്നോട് പരിചയപ്പെട്ടത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്കിത് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞുകൂടാ? അപ്പോൾ അവർക്ക് ആ വലിയൊരു അത്രയ്ക്കും വലിയ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു മെസ്സേജ് എല്ലാവരുമായിട്ട് പങ്കുവെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് വളരെ സന്തോഷം, ആ ലേഡി, ആ മാനേജർ, ആ ഹോട്ടലിൻ്റെ മാനേജർ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഞാൻ പരിചയപ്പെടുത്താണ്, ശ്രീനിജ ഫ്രം എറണാകുളം. നമസ്കാരം ശ്രീനിജ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളത് പരിചയപ്പെട്ടപ്പോൾ അത് പറഞ്ഞിരുന്നല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു പൊന്നോമനയായിട്ടുള്ള മകനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ അത്ഭുതകരമായിട്ടുള്ള സാഹചര്യം, അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരു ഉൽപ്പന്നം, അപ്പൊ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേദി ഒന്ന് ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു ശ്രീജ, എങ്ങനെയാണത്? ഞാൻ എൻ്റെ ഏറ്റവും ഇളയ മകനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് തന്നെ എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു, ഫ്രണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാനത് എടുക്കാനൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഓ, നമ്മള് ആ പ്രഗ്നൻസി ടൈമിൽ ആക്സിഡന്റ് ഹസ്ബൻഡ് പറ്റുന്നു. എത്ര മാസം ഉള്ളപ്പോഴായിരുന്നു? 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കും. 5 മാസമുള്ള. ഓക്കെ. ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞാൻ നന്നായിട്ട് ഷോക്കായിപ്പോയി. ആക്സിഡൻറ്റിൽ ഹസ്ബൻഡിന് എന്നെ തിരിച്ചറിയാൻ പറ്റാതാവുന്ന ഒരവസ്ഥയായിരുന്നു. ഓ, അപ്പൊ ബന്ധുക്കളാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പോ നാട്ടുകാരും വീട്ടുകാരൊക്കെ ആരുമില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥ. അതായത് ഒറ്റപ്പെട്ട അവസ്ഥ. അതോടൊപ്പം തന്നെ ഹസ്ബൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് ആക്സിഡന്റ് പറ്റുന്നു. ആ സമയത്ത് 5 മാസം പ്രഗ്നന്റ് ആണ്. അതെ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഹസ്ബൻഡിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഷോക്കിൽ എനിക്ക് കുട്ടി പുറത്തേക്ക് വന്നു. ഓ, അതായത് ഹസ്ബൻഡിന്റെ ആ ഒരു ആക്സിഡന്റ് ഷോക്കിൽ 5 മാസം പ്രായമുള്ള കുട്ടി പുറത്തേക്ക് വന്നു. അതെ. ഓ, എന്നിട്ട് അപ്പോൾ അത് ഡോക്ടർ എന്നെ ബെഡ് റെസ്റ്റിലാക്കുകയും ഉള്ളിലേക്ക് വെച്ചിട്ട് 5 മാസമായ കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവനോടെ കിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് വെച്ചിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞു. ഞാൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഞാനും ഗർഭപാത്രത്തിൽ പുറത്തു വന്ന കുട്ടിയെ വീണ്ടും അതേപോലെ തന്നെ ഗർഭപാത്രത്തിലേക്ക് തന്നെ സേഫ്റ്റി ആയിട്ട് വെച്ച് അത് സ്റ്റിച്ച് ചെയ്ത് എന്നെ കിടത്തായിരുന്നു. എത്ര ദിവസം കിടന്നു അവനെ? ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചയോളം അങ്ങനെ അതിനോട് പറ്റില്ല. ഇല്ല, ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി പുറത്തേക്ക് വരും. അതെ, ശരി ശരി. അപ്പൊ ആ ടൈമില് നമ്മളെ ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനെ ഡെലിവറി പെയിൻ അധികമായി. എനിക്ക് ഒട്ടും തടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ അവിടുന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെന്നുള്ള ഒരു ഇതിലായിരുന്നു.
അപ്പോൾ ഡോക്ടർ അപ്പൊ ഈ ഹോസ്പിറ്റൽ ചെലവൊക്കെ എങ്ങനെ? ഹോസ്പിറ്റൽ ചിലവ് അന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ആസ്തി ഉണ്ടായിരുന്നു കയ്യിൽ. കുറച്ച് പൈസയും വീടും വാഹനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വസ്തുക്കൾ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിൽക്കേണ്ടി വന്നു. അതൊക്കെ ഞാൻ വിറ്റത് കുറച്ചും കൂടെ കഴിഞ്ഞാണ്. ആ സമയത്ത് എങ്ങനെയൊക്കെയോ ഫ്രണ്ട്സൊക്കെയാണ് പൈസ അടച്ചിരുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഹോസ്പിറ്റലിലായി പോയതുകൊണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. നോക്കാൻ ആ സമയത്ത് ഒരു ദൈവദൂതൻ പറഞ്ഞു വിട്ടതുപോലെ ഒരു ചേച്ചി, വലിയ പരിചയമില്ലാത്ത ഒരു ചേച്ചിയാണ്. എനിക്ക് ഒരു ദിവസത്തെ പരിചയമുള്ളൂ. ആ ചേച്ചി എൻ്റെ നമ്പറൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ആ ചേച്ചി എൻ്റെ നമ്പർ എങ്ങനെയോ എടുത്ത് എന്നെ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയും ആ ചേച്ചി ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എൻ്റെ കൂടെ. അന്ന് വന്ന ചേച്ചി എൻ്റെ അടുത്തുനിന്ന് പോയത് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ്. ഈ ദൈവം എന്നൊക്കെ പറയണത് ആ സമയത്താണ് ദൈവദൂതൻ എന്നൊക്കെ പറഞ്ഞ് തോന്നിയല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിൽ കാണുന്നത് ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയിട്ട് ഒരു ICUയിൽ കിടക്കുന്ന ഒരവസ്ഥ, അതോടൊപ്പം തന്നെ 5 മാസം പ്രായമുള്ള കുട്ടി പുറത്തേക്ക് അകത്തേക്കെന്ന് അറിയാതെ ആരുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നവരാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ചിലവര് വേണ്ടി എല്ലാം വിറ്റുപറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ശ്രീനിജ അല്ലെ? എന്നിട്ട് ബാക്കി എന്തായിരുന്നു? അവിടുന്ന് എന്നെ എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലെത്തി. കുട്ടി ജീവിച്ചാലും മരിച്ചാലും കുട്ടീനെ എടുക്കണം, ഇല്ലെങ്കിൽ രണ്ടുപേരും പോകും എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു സിസേറിയൻ ചെയ്താലും നമ്മൾ കുട്ടീനെ പുറത്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ NICUയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ NICUവിൻ്റെ ഒരു ദിവസത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ആണ്. 50 തുടങ്ങി മേലോട്ട് എത്രയും ആകാമെന്നും പറഞ്ഞിരുന്നു. അപ്പം കുറഞ്ഞതൊരു 50,000 വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അധികം താമസിയാതെ NICU ആ രീതിയിലേക്കാണ് നമ്മളെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓക്കെ പറഞ്ഞു. എങ്ങനെയെന്നൊന്നും അറിയില്ല, എങ്കിലും ആ സമയത്ത് ജീവൻ രക്ഷിക്കണമെന്നുള്ളൊരിത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓക്കെ പറഞ്ഞു. സിസേറിയൻ ചെയ്തു, കുട്ടീനെ എടുത്തു. ജസ്റ്റ് ഒന്ന് കരയുന്നത് മാത്രം ഞാൻ കേട്ടു. അതിനുശേഷം പെട്ടെന്ന് തന്നെ NICUയിലേക്ക് മാറ്റുമായിരുന്നു. പിന്നെ 5 മാസം പ്രായം എന്നൊക്കെ പറയുമ്പോൾ 800 ഗ്രാം ഉണ്ടായിരുന്നു. 800 ഗ്രാമല്ലോ, അതായത് ഒരു കൈപ്പത്തി വലിപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ മാറ്റുകയും അത് മാറ്റി ആ സമയം മുതൽ തന്നെ അവർ ഇത് വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കായിരുന്നു പോയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വെന്റിലേറ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 1 മാസത്തോളം കുട്ടി NICU വെന്റിലേറ്ററായിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഹസ്ബൻഡിനെ കാണിക്കാനും എടുക്കാനും പറ്റില്ലായിരുന്നു. ഞാനും ഒരു ഡോക്ടറും 2 സിസ്റ്റേഴ്സും മാത്രമായിരുന്നു അതിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് എടുത്തിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അങ്ങനെയായിരുന്നു കൊടുക്കാൻ. അത് എടുക്കുന്നുണ്ടായിരുന്നില്ല, ആ രീതിയിൽ അവർ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് 2 സർജറി നടന്നു. ആകെ ഒരു സർജറി ചെയ്യുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു സർജറി കൊണ്ട് സക്സസ് ആയില്ല. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ വീണ്ടും ഒരു സർജറിയും കൂടെ ചെയ്തു. ആ 2 സർജറിയും നമുക്ക് അത്ര സക്സസ് എന്ന് പറയാനും പറ്റില്ല, എങ്കിലും എന്താ പറയുക വെന്റിലേറ്റർ തന്നെ ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഡെലിവറി കഴിഞ്ഞാൽ 3 മാസം റെസ്റ്റ് എടുക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുട്ടി ഇങ്ങനെ കിടക്കുന്നു, ഹസ്ബൻഡ് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് പൈസ അറേഞ്ച് ചെയ്ത് പറ്റുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഫ്രണ്ട്സൊക്കെ വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും നമുക്ക് നമ്മളായിട്ട് എഴുന്നേൽക്കണമെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഒരു മാഗ്നറ്റിക് എൻ്റെ ഒരു ഐറ്റം, അതൊരു ബെഡും ഒരു പില്ലോ കവറും ഒരു ബ്രേസ്ലെറ്റും അടങ്ങുന്ന ഒരു കിറ്റായിരുന്നു അതെനിക്ക് തന്നത്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നു, 3 മാസം കഴിയുമ്പോൾ പണമില്ലാതെ ആ പണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്നു അല്ലേ? അതിനുശേഷം ഉള്ളതെല്ലാം വിറ്റുപറക്കി എല്ലാം എനിക്കുണ്ടായിരുന്ന വണ്ടികള്, വസ്തു, വീട് എല്ലാം വിറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരിയായ കോസ്റ്റ് ഒന്നും അല്ല. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണെങ്കിൽ അത് എന്താ പറയുക 2 ലക്ഷം രൂപയ്ക്ക് വരെയും കൊടുക്കേണ്ട അവസ്ഥയായിപ്പോയി. കാരണം അത് മുതലെടുത്തും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കിട്ടിയതെല്ലാം വിറ്റുപറക്കി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി, ബിഗ് സീറോ. അപ്പൊ ആ സമയത്ത് ഒന്നും മേടിക്കാൻ കാശില്ലാത്ത സമയത്താണ് ഈ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അതെങ്ങനെയായിരുന്നു?
ഞാൻ ആ മാഗ്നറ്റിക് പ്രോഡക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. ഫ്രണ്ട് പറഞ്ഞിട്ട് ആള് ഇതുപോലെ ഒന്ന് അത് എന്താവശ്യത്തിൽ ഉപയോഗിച്ചോളാം പറഞ്ഞവര്? അവർ പറഞ്ഞത് എനിക്ക് കുറച്ച് എനർജി കിട്ടുന്ന രീതിയിൽ. കാരണം വെച്ചാൽ ഞാൻ തളർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. എനിക്ക് സിസേറിയൻ കഴിഞ്ഞ് 3 മാസം. അതായത് ഡെലിവറി കഴിഞ്ഞ് കിടന്ന റെസ്റ്റ് ഇല്ലാത്ത നിങ്ങൾക്ക് രാത്രിയെങ്കിലും റെസ്റ്റ് കൂട്ടിയാൽ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളാം ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ ഫ്രീ ആയിട്ട് കൊണ്ടുതന്നു. ശരി. അത് ഞാൻ ആ ബ്രേസ്ലെറ്റ് ഞാൻ കൈ കെട്ടുകയും ആ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊണ്ട് ഞാൻ ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്തു. ഏറ്റവും ലാസ്റ്റ് കുട്ടിക്ക് 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യിൽ 100 രൂപ പോലും അടയ്ക്കാനില്ലാത്തൊരവസ്ഥയിലെത്തി. ആ അവസ്ഥയിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് കുട്ടീനെ മാറ്റിയേ പറ്റുള്ളൂ. അതായത് ആരോരും സഹായിക്കാനില്ല, 50,000 രൂപ വെച്ച് അവിടെ NICU കെട്ടണം, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വേറെ പണമൊന്നും ഇല്ലാത്ത സമയത്ത് ഡോക്ടർ പറയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്താൽ അല്ലെ ഇവിടെ അടയ്ക്കാനുള്ള പൈസ ഇല്ലല്ലോ, അപ്പൊ NICU മാറ്റാം. അതായത് ഹോസ്പിറ്റൽ ബില്ല് വീണ്ടും കെട്ടാൻ കിടക്കുകയാണ്. അന്നാണ് കെട്ടേണ്ടത്. അത് ഇപ്പൊ ഒരാഴ്ചത്തോളം അങ്ങനെ പെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ നീട്ടി കൊണ്ടുപോവാം. അങ്ങനെ 1 മാസം കഴിഞ്ഞു. അതായത് പണമില്ലാത്തതിന്റെ പേരിൽ ഡോക്ടർ പറയാണ് NICU ഇനി പറ്റില്ല നിങ്ങൾക്ക്, അതിന് പകരം അത് റിമൂവ് ചെയ്യുന്നു, കുട്ടി മരണത്തിലേക്ക് തള്ളിവിടാം. അതെ, വേറെ ഓപ്ഷൻസ് ഇല്ല. ആ ഓപ്ഷൻസ് ഇല്ലാതെ വരുന്ന സമയത്ത് ഡോക്ടർ വേറെ ട്രീറ്റ്മെന്റും എന്ത് ചെയ്താലും ശരിയാവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് പൈസ കയ്യിൽ അടയ്ക്കാനുള്ള പണമില്ല, അതോടൊപ്പം സഹായിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കായി അല്ലെ ഹസ്ബൻഡ് ആണെങ്കിൽ അല്ലെ ആ ഒരു മരണത്തിനോട് മല്ലിടുന്ന സാഹചര്യം, കുട്ടിയാണെങ്കിൽ അങ്ങനെ, നിങ്ങളാണെങ്കിൽ പ്രസവിച്ച് 3-4 ദിവസം അല്ലെ ഒരു അത്രയും പീരീഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് പിന്നെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു? തന്നെ അത് ആ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാനൊരു മാഗ്നറ്റിക് തെറാപ്പി പഠിച്ച ഒരാളും കൂടിയാണ്, അപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അലോപ്പതിയിലുള്ള ഡോക്ടേഴ്സ് ആരും അത് സമ്മതിക്കില്ല, അവിടുത്തെ ഹോസ്പിറ്റലുകാരും സമ്മതിക്കില്ല. അവസാനം എൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അവർ ശരി നമുക്ക് വെന്റിലേറ്റർ മാറ്റാം, അതിനു മുമ്പായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഈ ബ്രേസ്ലെറ്റിൻ്റെ അതിലൊരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ആ മാഗ്നറ്റ് വെച്ചിട്ട് വെള്ളം നമ്മൾ പവർ ചെയ്യുന്നതാണ്. അത് നമ്മളൊരു മാഗ്നറ്റിക്കിന്റെ ഒരു ബോട്ടിൽ പാഡ്. അപ്പൊ ആ ബോട്ടിൽ പാഡിൽ ഇത് ചുറ്റുന്നു, ബോട്ടിൽ ചുറ്റുന്നു. അപ്പൊ അതിലത്തെ വെള്ളമാണ് ആദ്യം ചെയ്തത്. എന്തായിരുന്നു വെള്ളം? എന്ത് ചെയ്തു ഫസ്റ്റ്? ആ ബോട്ടിൽ പാഡ് നമ്മൾ കെട്ടി വെച്ചിട്ട് ആ വെള്ളം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആ മാഗ്നറ്റിന്റെ ഒരു ടേസ്റ്റ് വരും ആ വെള്ളത്തിന്. ആ വരുന്ന ടൈമിൽ നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് കുട്ടിയുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കുകയും കുട്ടീനെ നമ്മൾ അതിന്റെ പില്ലോ പാടിലാണ് നമ്മൾ കിടത്തിയത്. കാരണം അത്രയും ഇല്ല, വലിയ പാടിൽ നമുക്ക് മാട്രസ് പാഡിൽ കിടത്താൻ പറ്റില്ല. അത് പില്ലോ പാഡ് അതിലും ചെറുതായിരുന്നു കുട്ടി. അപ്പം പില്ലോ പാഡിലാണ് നമ്മൾ കിടത്തിയത്. അപ്പോൾ അതിൽ കിടത്തുകയും ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ് ഫുള്ളായിട്ട് നമുക്ക് കയ്യിൽ കെട്ടാനുള്ളതാണ് വലിയ ആൾക്കാർക്ക്. അത് കുട്ടിക്ക് ഫുള്ളായിട്ട് കെട്ടാൻ പിന്നെ അധികമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കെട്ടുകയും ചെയ്തതിന് ശേഷം കുട്ടി എന്നെ നോക്കി ചിരിക്കുകയും നമ്മൾ വെന്റിലേറ്റർ മാറ്റുകയും ചെയ്തു. വളരെയധികം. അതായത് ഡോക്ടർമാർ പറയുന്നു വെന്റിലേറ്റർ മാറ്റിക്കോ, അപ്പോ സ്വന്തം തീരുമാനം എടുക്കുകയാണ്. ഡോക്ടർമാർക്ക് പറ്റാത്ത ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കണം. വേറെ വഴിയില്ല, അല്ലെങ്കിൽ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടാം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്രണ്ട് പറഞ്ഞ പ്രകാരം അല്ലെ ഈ ഒരു മാഗ്നറ്റൈസർ വാട്ടർ കുട്ടിയുടെ ചുണ്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ അത്ഭുതം എന്നോണം കുട്ടി അല്ലെ കണ്ണു തുറക്കണം അല്ലെ. ആ കണ്ണു തുറക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം കുട്ടിയെ നമ്മള് എന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഓക്കെ തല പൊക്കിയിട്ട് ചിരിച്ചു. അതൊരു വല്ലാത്തൊരു റിസൾട്ട് തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിലും ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരുപാട് വിറ്റയച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്കും വലിയ റിസൾട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പില്ലോ പാഡിലേക്ക് കുട്ടിയെ എടുത്തു. കുറച്ച് കഴിയുമ്പോൾ കുട്ടി ചിരിക്കുന്നു. അതെ, അത് നമ്മള് ഈ വെള്ളം കൊടുത്ത് ഒന്ന് സക്സസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ദിവസത്തിനുള്ളിൽ ഞാൻ കുട്ടിയെ NICU മാറ്റി അവിടുത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളിത് തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ വീട്ടിലേക്ക് മാറ്റുകയും വീട്ടിലും ഞങ്ങളിത് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പം കുട്ടിക്ക് 7 വയസ്സായി. ഇപ്പം ഒരു വാക്കിംഗ് സ്റ്റിക്കിൽ നടക്കാൻ തുടങ്ങി. കുട്ടിക്ക് സെറിബ്രൽ പാൾസി ആയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബ്രെയിൻ ഡാമേജ് ആയിരുന്നെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ബ്രെയിൻ ഡാമേജിൽ ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും മാത്രമാണ് പറഞ്ഞത്. പിന്നെ സർജറി വേണമെങ്കിൽ ചെയ്യാം, സക്സസ് ആവുന്ന ഒരു സർജറി അല്ല അവർ പറയുന്നത്. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ ഡോക്ടർ എനിക്ക് നല്ല സപ്പോർട്ട് വന്നു.
നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പം ഞങ്ങളും സപ്പോർട്ടുണ്ട്, നീ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ എന്നെക്കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടൈമിലെല്ലാം ഞാൻ ഈ മാഗ്നറ്റിക്കിൻ്റെ വെള്ളം കൊടുക്കുകയും ഈ ബ്രേസ്ലെറ്റ് കിട്ടുകയും ഇത് പാഡിൽ കിടത്തുകയും ഒക്കെ ചെയ്തിട്ട് ഞാനത് ഇമ്പ്രൂവ് ആക്കി. ഒപ്പം ഞാനും എനർജറ്റിക് ആവുമായിരുന്നു. ഇത് ഞാനും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എനർജറ്റിക്കായി. പിന്നീട് ഹസ്ബൻഡിൻ്റെ കാല് സർജറി കഴിഞ്ഞിട്ട് വന്നിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലായിരുന്നു. ആ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത സമയത്ത് ഞാനിത് ഹസ്ബൻഡിനും യൂസ് ചെയ്തു. ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ പാദം കട്ട് ആയിപ്പോയതായിരുന്നു. അപ്പോൾ ആ പാദത്തിൽ കെട്ടിവെക്കുകയും അവിടെ ആ മാഗ്നറ്റ് വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കാലുകളിലെല്ലാം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി. ഇന്ന് അദ്ദേഹത്തിന് ഓടി നടക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, അദ്ദേഹം നല്ല എനർജറ്റിക്കായിട്ട് പോകുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വലിയൊരു അല്ലെ ഒരു ദുരന്തമുഖത്തുനിന്ന് വന്ന ഒരു ലേഡിയാണ് നിങ്ങളൊന്നും പറയില്ല അല്ലെ, എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മൾ ആ അതിലേക്ക് കൂടെ നമ്മൾ പോയ ഒരവസ്ഥ ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് അത് നേരിട്ടാണ്. ആ സമയത്ത് ദൈവദൂതനെ പോലെ ഒരു ചേച്ചിയെ കൊണ്ട് തരികയും ഏതോ ഒരു ആള് എന്നെ വിളിക്കുകയും ആ ഫ്രണ്ട് വഴി എനിക്ക് ഈ സാധനം കയ്യിലെത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് 3 ജീവനാണ് അവിടെ രക്ഷിക്കാൻ പറ്റിയത്. കാരണം അതിനെനിക്കൊരു വില ഇടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10 ലക്ഷം, 20 ലക്ഷം, 10,000 ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. 1 കോടി ഇതൊന്നും ഇടാൻ പറ്റില്ല. കാരണം അതിലൊക്കെ അപ്പുറത്താണ് ആ 3 ജീവൻ എന്ന് പറയുന്നത്. ആ 3 ജീവനും മരണം കണ്ടിരുന്ന ജീവിതങ്ങളാണ്. അപ്പം 3 പേര് ഒരുമിച്ച് പോവാന്ന് പറയുമ്പോൾ അറിയാലോ എങ്ങനെയാണെന്ന്. ആ 3 ജീവനും ഇന്ന് നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇതെനിക്ക് എല്ലാവരോടും പറഞ്ഞ് അറിയിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് ഞാൻ അങ്ങനെ തന്നെ പോവുമായിരുന്നു. അതിനിടയ്ക്കാണ് സാറിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ സാറിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതെൻ്റെ ജീവൻ രക്ഷിച്ച സാധനമാണല്ലോ എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാനത് പറഞ്ഞു. അതിലൂടെ സാർ എനിക്കൊരു വീണ്ടും പുതിയൊരു ലൈഫാണ് തരുന്നത്. ഞാനത് ചോദിച്ചപ്പോൾ തന്നെ ശ്രീനെ പൊട്ടിക്കരഞ്ഞല്ലോ. എനിക്കതാണ് അന്ന് ആ കണ്ട കണ്ണീരുണ്ട്. സത്യം പറഞ്ഞാല് ഇത്രയ്ക്കും വേദന ആ കണ്ണീരുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ ഒരുപാട് പേര് ഇപ്പം കഷ്ടപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ സെറിബ്രൽ പാൾസിയും ഓട്ടിസവും ഒക്കെ വന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ തന്നെ കുറേ ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഒരു ദിവസം യൂസ് ചെയ്തിട്ട് 2ാമത്തെ ദിവസം റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് 7 വർഷത്തോളമാണ് യൂസ് ചെയ്തതെന്ന് ആലോചിക്കണം. ഇത് 3 മാസം കൊണ്ട് റിസൾട്ട് ഉള്ളതുണ്ട്, 2 മാസം കൊണ്ട് റിസൾട്ട് ഉള്ളതുണ്ട്, 1 മാസം കൊണ്ടും റിസൾട്ട് ഉള്ളതുണ്ട്. അതിങ്ങനെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചും അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കിളാണ്. ആ മിറാക്കിളിലും ഈ മാഗ്നറ്റിക് പവറും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു റിസൾട്ട്, ഹൈ റിസൾട്ട് തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് സംഭവിക്കാതിരിക്കട്ടെ, അന്ന് ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താവും ശ്രീനിജിയുടെ ഇന്ന് ആ മകന്റെ മുഖം കാണുമ്പോൾ? ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അന്ന് ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഞാനും ഉണ്ടാവില്ലായിരുന്നു. കാരണം വെച്ചാൽ അവിടെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുകയാണ്. കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ചിലപ്പോൾ ഞാനും ഒരു തീരുമാനം എടുത്തിരിക്കും. എൻ്റെ ലൈഫ് തന്നെ അവിടെ തീർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റിയത് ആ പ്രോഡക്റ്റ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും ദുഃഖം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു ധീര വനിതയാണെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല. പലപ്പോഴും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇത്രയ്ക്കും വലിയൊരു ദുരന്തകഥ എന്നൊക്കെ പറയും ബാക്കിലുണ്ടായിരുന്ന ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. എന്തായാലും ഇത് അല്ലെ ഒരുപാട് പേരോട് ശ്രീജിനി പറയണം. തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടിയൊരു സംഭവം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരോ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതും ഇന്നിങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും. ഇനി ശ്രീനിജിയുടെ ബാക്കിയുള്ള അല്ലെ ഇനിയുള്ള ഈ ജീവിതം അല്ലെ മറ്റുള്ള ഒരു ജീവിതത്തെ വെളിച്ചം വീശാനായിട്ട് ശ്രീനിജിയുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിലാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്.
അപ്പോൾ ശ്രീനിജ പറഞ്ഞു ഓൾറെഡി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുമ്പോൾ അല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയല്ലേ അല്ലെ? ഈ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ് വിത്ത് ഇത് തന്നെയല്ലേ? എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത്? വായു, ജലം, അങ്ങനെ ഇത് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പഞ്ചമഹാഭൂതം, അതായത് അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി അല്ലെ? അതും ഈ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റ് നമ്മുടെ കണക്ഷൻ എങ്ങനെ വന്നതല്ലേ? അതും കുട്ടിയുടെ ജീവനുമായിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവണം? ഒരു അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പണ്ടുള്ളവർ പറയും നമ്മൾ ചെരുപ്പിടാതെ പണ്ടുള്ളവർ മണ്ണിലൂടെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കാലുകളിലൂടെ ഒരു മാഗ്നറ്റിക് പ്രവാഹം നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഒരുപാട് രോഗങ്ങളെ ചെറുത്ത് നിർത്താൻ പണ്ട് കാലങ്ങളിൽ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് എല്ലാവരും ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിലാണേലും ബാത്റൂമിലാണേലും അടുക്കളയിലാണേലും എല്ലാവരും ആരും ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല, ഡിസ്കണക്ട് ആയി പോകുന്നു. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തില് ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാന്തിക പ്രവാഹമാണ്. ഇത് ഒരു സോയിലാണ്. ഈ മാഗ്നറ്റിനകത്തുള്ളത് ഒരു സോയിലാണ്. അത് ഭൂമിയുടെ ഇത്ര അടി കുഴിച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന, സമുദ്രങ്ങളുടെയൊക്കെ അടിത്തട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു സോയിലാണ് വരുന്നത്. ആ സോയിൽ ഈ മാഗ്നറ്റിക്കിൻ്റെ അതിൽ നമ്മൾ കവറാക്കിക്കൊണ്ട് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഈ പ്രോഡക്ട്സിൽ അപ്ലൈ ചെയ്യുക. അത് നമ്മളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ഇത്ര മിനിറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ സംഭവിച്ച അതായിരിക്കും. അതെ, അവിടെ നമുക്ക് കുട്ടിക്ക് ബ്ലഡ് ബ്ലോക്ക് ആകുമായിരുന്നു. ആ ബ്ലോക്ക് ആയിരുന്ന സാധനങ്ങൾ നമ്മൾ ചീത്തയായത് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഒരു ട്യൂബ് വഴി വലിച്ചെടുത്തിട്ട് വേറെ പുതിയ ട്യൂബ് വഴി നമ്മൾ പുതിയ ബ്ലഡ് കയറ്റുമായിരുന്നു. അപ്പൊ അവിടെ ആ കോശങ്ങളൊന്നും ഇതായിട്ടില്ല, ചെറിയതാണ്. ചെറിയ കുട്ടികൾക്ക് ശരിക്കും ഉപയോഗിക്കാൻ നമ്മൾ ഒരു 6 മാസം തുടങ്ങിയിട്ടാണ് ഉപയോഗിക്കാനായിട്ട് പറയുന്നത് തന്നെ. പക്ഷെ എങ്കിൽ പോലും അവിടെ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. വേറെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിത് പ്രയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻസ് വന്നു തുടങ്ങി. കുട്ടീൻ്റെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കറക്റ്റായി. ആ ബ്ലോക്ക് ആയി കിടന്ന സംഭവം ഈ പറഞ്ഞ മാഗ്നറ്റിക് പ്രൊഡക്റ്റിലേക്ക് ചെന്നപ്പോൾ അത് സർക്കുലേഷൻ തുടങ്ങി. അതെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ആ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് എന്താ പറയാ, ഒരു വലിയൊരു ജീവൻ രക്ഷിച്ച കഥ തന്നെയാണ്. അപ്പൊ ഭൂമി നമ്മുടെ മനുഷ്യ ജീവിതമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന വെറുതെ. അതെ. പിന്നെ ഈ ജലം കൊടുത്തതും നമ്മുടെ പഞ്ചമഹാഭൂതങ്ങളിൽ ഒന്ന് തന്നെയാണ്. ജലം, ഈ ജലം കുട്ടിക്ക് കൊടുത്തല്ലോ. ഇത് എന്തായിരിക്കും സംഭവം? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വിറ്റഴിക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളെ കുറിച്ച് ഞാൻ അധികം അങ്ങോട്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാം, പക്ഷെ അത് ട്രെയിനർമാര് വേറെ ഉണ്ട്. ഓക്കെ, എന്തായിരിക്കും അതില്? ഞാനും ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല അന്ന് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഞാനിത് എനിക്ക് ആള് തന്നപ്പോ ആള് ഇതിന്റെ കുറെ ഗുണങ്ങൾ ഇതുപോലെ പറഞ്ഞു തന്നിരുന്നു. അവര് വിശ്വസിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അവര് പലർക്കും ഇത് ഷുഗറിനും സോറിയാസിസ്, മൈഗ്രെയിൻ, പല അസുഖങ്ങൾക്കും അവർ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരാളാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാനിത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് നന്നായിട്ട് പ്രയോജനം ചെയ്തു. അപ്പോൾ എൻ്റെ കുട്ടിക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ വന്നു. ആ ജലം ചെന്നപ്പോഴും ആ ഉള്ളിലുണ്ടായിരുന്ന പല ഇതിലും അവയവങ്ങളിലും അത് മാറ്റം ചെയ്തു. പിന്നെ ഹസ്ബൻഡിനാണേലും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരുന്ന ഭാഗങ്ങളിലെല്ലാം ബ്ലഡ് സർക്കുലേഷനായി. ആൾക്ക് കാല് മൂവാക്കാൻ പറ്റാതിരുന്നത് കാല് മൂവായി തുടങ്ങി. അങ്ങനെ എനിക്കാണെങ്കിലും ഞാൻ 3 മാസം റെസ്റ്റ് എടുക്കേണ്ട ഞാൻ 3 ദിവസം കൊണ്ട് ഓടി നടക്കാനുള്ള എനർജി എനിക്ക് കിട്ടി. അപ്പൊ എല്ലാം കൂടെ വന്നപ്പോൾ എല്ലാവർക്കും അത് വലിയൊരു 3 ജീവനാണ് ഇതുകൊണ്ട് രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ ഞങ്ങൾ മക്കയിൽ ഒരു സംസം വെള്ളം കിട്ടും, അത് ഒരുപാട് ഇതേപോലെ ഔഷധ ഗുണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല സത്യം പറഞ്ഞാല്. ഇപ്പോഴത്തെ കാര്യം മനസ്സിലായി അല്ലെ, ഇതൊക്കെ റിലേറ്റഡ് ആയിരിക്കും ഇതല്ല. കാരണം അതും എന്തോ ഭൂമിയുടെ അടിത്തട്ടിന്ന് വരുന്ന വെള്ളമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് നല്ല വെള്ളം കിട്ടാനില്ല അല്ലെ, കാരണം ഭൂമിയുടെ അടിത്തട്ടിന്ന് വരുന്ന വെള്ളത്തിന് ഈ എല്ലാ ഗുണങ്ങളും ഉണ്ട്. കാരണം മിനറൽസും പ്രോട്ടീൻസും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതേമാതിരി തന്നെ ഇവിടെ നമുക്കിപ്പോ കിട്ടുന്ന വെള്ളത്തിന് അത് ഓൾറെഡി ഈ ഒരു പ്രക്രിയയിലൂടെ ഇതെല്ലാം സാധ്യമാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും അല്ലെ? അപ്പോ ഇതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു അറിവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ പഞ്ചമഹാഭൂതാസ് മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോ ശ്രീജിക്ക് അറിയാലോ, നമ്മുടെ കൈസ് റിസോർട്ട് വന്ന് ഞാൻ കൊണ്ട് കാണിച്ചല്ലോ.
അപ്പൊ അവിടെ കണ്ടില്ലേ നമ്മുടെ ആ റിസോർട്ടിന്റെ പ്രത്യേകത, മുകളിൽ കംപ്ലീറ്റ് ഗ്രാസും മഡ് പാക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ പഠിച്ച ഒരാളാണല്ലോ. അതെ അതെ. എന്തായിരുന്നു ഈ മഡ് പാക്കിന്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ? അത് ഈ മഡ് പാക്കിലും നമുക്ക് കാന്തിക ശക്തി ഉണ്ടോ? അപ്പോൾ നമുക്ക് അതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു തണുപ്പ്, എന്താ പറയുക, ജീവിക്കാനുള്ള നമുക്ക് ഒരു എന്താ പറയുക ശുദ്ധവായു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡായിട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാ ഒരു സിമെൻറ്റ് തേച്ച റൂമിനകത്ത് കിടക്കുന്നതിനെക്കാട്ടിലും പണ്ട് കാലങ്ങളിലും മനുഷ്യരങ്ങനെ ചെളി മണ്ണ് അങ്ങനെ തേച്ചിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അതേ ഒരു കോൺസെപ്റ്റോട് കൂടി ഇപ്പോൾ ഒരു പുതിയ ആധുനിക രീതിയിൽ അത് വന്ന് കണ്ടപ്പോൾ അതിനകത്ത് കയറുമ്പോൾ നമ്മൾ AC ഇടാതെ തന്നെ അതിനകത്ത് നല്ലൊരു തണുപ്പാണ്. അത് ആ മഡ് പാക്കിൻ്റെ ഗുണമാണ്. അതിൽ നിന്ന് ആരോഗ്യ ഗുണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സുഖമില്ലാത്ത ഒരാൾ ആണെന്ന് വിചാരിച്ചോളൂ, അവർ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ റിലീഫാവും. റിലീഫാവുന്ന വെച്ചാൽ ഈ മഡ് പാക്കിൻ്റെ തണുപ്പും പിന്നെ അകത്തൊരു പ്രൈവറ്റ് പൂളുണ്ട്. ആ സ്വിമ്മിങ് പൂളിൻ്റെ ആ വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് അതിനകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം പോലെ ആ വെള്ളം വീഴുന്നതിൻ്റെ ആ തണുപ്പ്, പിന്നെ മുകളിൽ ഈ കോട്ടേജിന്റെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, അതായത് കുളിക്കണം എന്നില്ല, ആ വെള്ളം വീഴുന്നതിന് തണുപ്പ് കിട്ടിയാൽ മതി. തണുപ്പ്, ആ സൗണ്ട്, ഇതെല്ലാം ഇതിനെ റിലേറ്റഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു അവിടെ വരുമ്പോ തന്നെ നമ്മുടെ മൈൻഡ് മാറുകയാണ്, വേറൊരു എന്താ ലോകത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതൊരു സാധാരണ ഒരു തീരെ വയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഫീലിംഗ്. പിന്നെ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നല്ല റിലീഫുണ്ട്, നല്ല സുഖം, ഒരു എന്തോ എല്ലാത്തിൽ നിന്നും വിട്ടൊരു നല്ല സമാധാനം തോന്നുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണല്ലോ ശ്രീനിജ എന്നോട് വന്നപ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം താമസിക്കാൻ വേണ്ടി പോയത്, ആദ്യമായിട്ട് ചെന്നാണ്. പക്ഷേ അവിടെ 2 ദിവസം താമസിച്ചു. പക്ഷെ എന്തോ ഒരു മൈനസ് പറ്റിയെന്ന് വെച്ചാൽ മൊത്തം അവിടെ ഒരു 140 ഏക്കറിൽ പണി നടക്കുന്നുണ്ട് പല പ്ലോട്ടിലായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് ചെന്നപ്പോൾ വിചാരിച്ചു അന്ന് രാത്രി പോകാന്നൊക്കെ വിചാരിച്ചു, വൈകിട്ട് കാണാൻ വേണ്ടി പോകാന്ന് വിചാരിച്ചു, വണ്ടി എല്ലാം സെറ്റാക്കി. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല, സത്യം. ഓക്കെ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പോകാന്ന് വെച്ചപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഇറങ്ങുമ്പോൾ 11 മണിക്കും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം പോകാന്ന് വിചാരിച്ചു. പിന്നെ നോക്കി വന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കെട്ടിക്കട്ടെ എന്ന് പറഞ്ഞു. ആ എഴുന്നേൽക്കുന്ന 6:30. അപ്പോൾ അത്രയ്ക്ക് റിലീഫ് കിട്ടിയ 2 ദിവസങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും നാളത്തെ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഓട്ടാണ്. പക്ഷേ ആ 2 ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിലീഫായിരുന്നു. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ടായിരുന്നു അല്ലേ. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ അതിപ്പോൾ 10,000 ആയിക്കോട്ടെ 2,000 ആയിക്കോട്ടെ ഏതാണെങ്കിലും നമുക്ക് അവിടെ കിട്ടുന്നത് ഇപ്പോൾ ഒരു TV വെച്ചിട്ടുണ്ട്, ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അങ്ങനെ കുടിക്കാൻ വെള്ളമുണ്ട്, അതൊക്കെ എല്ലാം ഓക്കെ. പക്ഷെ അതിലുപരി ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ആ ഹെൽത്ത് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്നത് നമ്മൾ ഭയങ്കര വെൽത്തിയും കൂടെ ആയെന്നാണ്. അല്ല, ഇനിയിപ്പോ പിന്നെ അവിടെ കുറെ ചന്ദന തൈകൾ ഉണ്ടില്ലേ, ഒരു 2 വർഷം കഴിയുമ്പോൾ സങ്കല്പിച്ചു നോക്കിയേ അവിടുത്തെ ആംബിയൻസ്. തീർച്ചയായിട്ടും അല്ലേ? ഞങ്ങളിത് പറയുമ്പോ തന്നെ എക്സൈറ്റഡ് ആണ്. കാരണം 2 കൊല്ലം കൂടെ കഴിയുമ്പോൾ മരങ്ങളൊക്കെ വലുതായി ആ ചന്ദനത്തോപ്പി താമസിക്കുമ്പോ കിട്ടുന്ന ഒരു ഗുണം അല്ലെ. അറിയാലോ ചന്ദനമരത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ചന്ദനമരത്തിൽ നിന്ന് നമുക്ക് ധാരാളം നല്ല ശുദ്ധവായു, അതായത് നല്ല ഓക്സിജൻ കിട്ടുന്ന ഇതാണ്. അല്ല, അപ്പൊ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ചന്ദനമരയുടെ വളർന്നാൽ പിന്നെ അവിടെ ഫുൾ ടൈം കിടന്ന് ഉറങ്ങി പോകും നമ്മള്. തീർച്ചയായിട്ടും. അല്ലെ, ഇപ്പൊ ദുബായിലൊരു കാലാവസ്ഥയുണ്ട്, എനിക്ക് തോന്നി ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥ. വേറെ ടൈപ്പ് അവിടുത്തെ. അതേപോലെ ഇവിടത്തെ അണിച്ചല്ലോ, നമുക്ക് ശാന്തമായിട്ടും അതോടൊപ്പം തന്നെ ഒരു വല്ലാത്തൊരു ഫീല് കിട്ടിയ ഒരു സമയമായിരുന്നു അല്ലേ അത്. പിന്നെ ഈ ചന്ദനമരങ്ങൾ വലുതാവുമ്പോൾ കിട്ടുന്ന നമുക്കറിയാം ഒരുപാട് ഔഷധങ്ങളുള്ള സസ്യം അല്ലെ ചന്ദനം. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കണ്ടില്ലേ 7 ഏക്കറിലാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവിടെ വരുന്നവർക്ക് വിഷമില്ലാത്ത പച്ചക്കറി, ഫ്രൂട്ട്സ്, ചിക്കൻ, എഗ്ഗ് അല്ലെ, അതുപോലെ ആട്ടിൻപാല് ഒക്കെ നമ്മുടെ അവിടെ തന്നെ ഓർഗാനിക്കായിട്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അതിന് ശരീരത്തിൽ സംഭവിക്കാൻ വേണ്ടി പോണത്. അതെ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ അവിടെ വന്ന ആ പ്ലോട്ട് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ചന്ദനമരം ഞാൻ കണ്ടത് എന്നെക്കാട്ടിലും പൊക്കത്തിൽ നിൽക്കുന്ന ചന്ദനമരങ്ങളാണ് കണ്ടത്. അപ്പൊ അതിലേക്ക് കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ് ഉണ്ടായത്. കാരണം നമ്മൾ അതിലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഹാപ്പിനെസ്
നമുക്ക് അതിൽ നിന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു AC റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ചൂട് വരുമല്ലോ, ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം ആ മരങ്ങളുടെ പ്രത്യേകത തന്നെയാണ് അത്. ആ ഒരു ശുദ്ധമായ ഓക്സിജനും കാര്യങ്ങളും വരുന്നു, അതിൽ നിന്ന് ഒരു നല്ലൊരു എനർജി. അത് അന്ന് എല്ലാവരും തന്നെ അത് പറഞ്ഞു, ഒരാളല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയല്ല, എന്നോട് തന്നെ എല്ലാരും പറഞ്ഞു. അല്ലെ, ശ്രീരജിക്ക് ആദ്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇല്ല അല്ലെ, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞതും ഇത് കാണാൻ പറഞ്ഞത്, അനുഭവിക്കാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഏകദേശം ഒരു 6-8 മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ഞാൻ കേട്ടത്. പക്ഷെ എങ്കിൽ പോലും എനിക്കിത് വിശ്വാസമില്ലായിരുന്നു, ഒട്ടും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല, എന്താ പറയാ, നല്ലൊരു റിലീഫ് തന്നെയാണ് ഉണ്ടായത്. പിന്നെ നമ്മുടെ റിസോർട്ടിന്റെ ആ കോട്ടേജിന്റെ മുകളിൽ ഗ്രാസ് വെച്ചിട്ടുണ്ട് അല്ലെ, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളല്ലേ? അതെ, തീർച്ചയായും. ഒന്ന് ഇമാജിൻ ചെയ്ത് രാവിലെ 6 മണിക്ക് ആ ഒരു നമ്മുടെ ടോപ്പിൽ കയറി ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു ഫീൽ. അല്ല, അത് ഇമാജിൻ ചെയ്യണ്ട, ആ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തിയത് അത് കാണാൻ. അപ്പൊ അതിന്റെ മേലെ കയറി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ മേലെ കയറി. അതിന്റെ മേലെ ഞങ്ങൾ അവിടെ ഇരിക്കുകയും ഫോട്ടോസ് എടുക്കുകയും ഞങ്ങളവിടെ, എന്താ പറയുക, ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തു. കാരണം വെച്ചാൽ അത്രയും ഞങ്ങൾക്ക് അതൊരു മെഡിറ്റേഷൻ്റെ ലെവലിൽ നിന്ന് നോക്കിയപ്പോഴും നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഞങ്ങൾക്ക് അത്രയും ഒരു റിലീഫാണ് അവിടെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഏതൊരാൾ പറയുന്നത് കേട്ടു, ഈ പുല്ലി ചവിട്ടി നടന്നാൽ തന്നെ ഒരുപാട് എനർജി കിട്ടും. അതും പുതിയ അറിവ് അല്ലേ? എന്തിനാ അതുകൊണ്ടുള്ള പ്ലസ് പോയിന്റ് എന്താ? പുല്ലിലും നമുക്ക് നല്ല ശുദ്ധമായ വായുവും കാര്യങ്ങളും ഈ കാന്തിക കണങ്ങളും ഇങ്ങനെ ഈ പച്ച ഗ്രാസിൻ്റെ ആ ഒരു ഗുണങ്ങളും എല്ലാം ഒരുപാട് അതിലടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ വെറും ചെരുപ്പിടാതെ കാലം കൊണ്ട് പതിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ കാലുകളിലൂടെ അത് നമുക്ക് ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ പ്രവഹിക്കും. അത് നേരെ ബ്രെയിനിലേക്ക് എത്തുകയും നമുക്ക് നല്ലൊരു എനർജി തരുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക്, എന്താ പറയുക, സാധാരണ ഒരു ആള് ഭയങ്കര എനർജി കുറവായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര പൂർവാധികം ശക്തി തോന്നി, ഞാനൊരു 10 വയസ്സ് കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നല്ല പ്രായം ചെന്ന 2-3 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഫീൽ ആവുന്നുണ്ടെന്ന് അവിടുത്തെ ഡയറക്റ്റ് പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് ഇപ്പം ഇവിടെ നിന്നതും. നമ്മൾ ആ മെഡിറ്റേഷൻ പോലെ നമ്മളൊന്നൊരു 2 മിനിറ്റ് കണ്ണടച്ച് ഞങ്ങൾ നിൽക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. ഈ പണ്ട് ഒരു നമ്പോലന്റെ കഥയുണ്ട്, ശക്തി മരുന്ന് കുടിക്കുന്ന പോലെ ആ ഒരു ഫീലൊക്കെ വന്നു എന്നൊരു അവസ്ഥ അവിടെ വന്നപ്പോൾ. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങോട്ട് വരുമ്പോ എല്ലാവർക്കും ഇത് എന്തായിരിക്കും ഏതായിരിക്കും എന്ന് നോക്കണം, എന്താ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും ഒരു എന്താ ചതഞ്ഞൊക്കെയാണ് വന്നത്. തിരിച്ചു വന്നത് അങ്ങനെയല്ല, തിരിച്ചു വന്നത് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അവർക്ക്, എന്താ പറയുക, ഇനിയും അവിടെ പോകണം, ഇനിയും അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളതില്ല. പലരും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റാത്തത് പല വിഷമങ്ങളും ഉണ്ടായിരുന്നു, എല്ലാവരും പറയുകയും ചെയ്തത്. കാരണം അവർക്ക് ഇനിയും അവിടെ എത്തണം, അതിനുള്ള മാർഗം എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഞങ്ങൾ തന്നെയാണ് ഈ ഒരു റിസോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ലെഗസി. ഈ 4 കാര്യങ്ങളാണ്. അതായത് ആദ്യം ആരോഗ്യം സംരക്ഷിക്കട്ടെ, പിന്നെന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മേടിച്ചോ അല്ലേ, അത് വാങ്ങിക്കുന്നു, അതിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നു, അതിലൂടെ ഹാപ്പിനെസ് കിട്ടുന്നു, അത് നാളെ നമ്മുടെ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്ന രീതിയിൽ അവിടെ തെറ്റുകളില്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് അതിൽ തെറ്റ് പറയാനൊന്നുമില്ല. എൻ്റെ കൂടെ വന്നവരും തെറ്റൊന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു എനർജി അവിടെ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ശ്രീനിജയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് 8 മണിക്കൂർ നിപ്പിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് അപ്പൊ 8 മണിക്കൂർ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഫീലും ഈ ഒരു ഫീലും എങ്ങനെ കണക്ട് ആവുന്നുണ്ട്? സെയിം തന്നെ. എനിക്കിപ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ളിടം തിരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്നിടത്ത് പോയിരുന്നാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. നമ്മൾ എവിടെയാണോ വെറുതെ നമ്മൾ കണ്ണടച്ച് ധ്യാനം പോലെ ഇരിക്കുക, അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഹെൽത്തും വെൽത്തും എല്ലാം യൂണിവേഴ്സ് നമുക്കെല്ലാം തരാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളത് വേണം എന്ന് പറയുന്നില്ല. നമ്മൾ എന്തും തരാനും വരുമ്പോൾ വേണ്ട എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളത് വേണം, നമുക്കത് നല്ലതായിട്ട് കൊണ്ടുപോകണമെന്നൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് നേരം കഴിയുമ്പോൾ, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ലയിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്നപ്പോൾ, ഞങ്ങൾ വയനാട്ടിലെ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ പുല്ലും, എന്താ പറയുക, ഈ പറയുന്ന മഡ് പാക്ക്, പിന്നെ അകത്തുള്ള ആ കൂളിങ്, തണുപ്പ്, ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളിലേക്ക് കിട്ടുകയാണ്.
അപ്പം ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നിന്ന് കഴിഞ്ഞാലും ഇനി ചിലപ്പോൾ 2-3 ദിവസം വരെയൊക്കെ നിന്നിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ 47 ഏജായി. അന്ന് ഞാനുള്ള സമയത്തുള്ള ഹോസ്പിറ്റലിൽ ഇന്നുള്ളത് ഒരുപാട് ഹോസ്പിറ്റൽ എണ്ണം കൂടി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് അസുഖങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും കൂടുതൽ അസുഖങ്ങൾ വരാൻ കാരണം? ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങൾ നിർമ്മിതമാണ്. അതിൽ നിന്നെല്ലാം മനുഷ്യൻ മാറിക്കഴിഞ്ഞു അല്ലേ. നമുക്ക് വായു ഇത്ര ശതമാനം കിട്ടണം, നമുക്ക് ജലം ഇത്ര വേണം, ആകാശത്ത് കിട്ടുന്ന, അതായത് ആകാശത്ത് കിട്ടുന്ന ആ ഒരു എന്താ പറയാ അതിനെ സൂര്യപ്രകാശം, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ അല്ലേ, ഇതൊക്കെ റിലേറ്റഡ് ആണല്ലോ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഹോസ്പിറ്റലിന്റെ എണ്ണം ഇനി നമ്മൾ കാരണം കുറയോ? മിക്കവാറും ഹോസ്പിറ്റലുകാരൊരു ശത്രുവാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അസുഖമില്ലാത്ത ഒരു കേരളം. അതെ അല്ലേ. അങ്ങനെ ഞങ്ങള് പലപ്പോഴും ഞങ്ങൾ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ആഗ്രഹിച്ചത് തന്നെയല്ല, കുറേ ആൾക്കാരെ ഏകദേശം നമുക്കിപ്പോൾ ഒരു 100 പേരെ എടുത്താൽ ഒരു 20 പേരെയൊക്കെ നമുക്കത് എത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. എനിക്കറിയുന്ന കുറേ വീടുകളുണ്ട്, അവിടെ ഒന്നും എന്താ പറയുക ഒരു മെഡിസിൻ പോലും അവർ ഷോ ചെയ്ത് വെക്കാറില്ല. മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ അവർ എല്ലാം ഇപ്പോൾ എന്താ പറയുക ഒരു ഷുഗർ വന്നു അല്ല ഒരു പ്രഷർ വന്നു, അവർ ഒരു ഡോക്ടറെ കണ്ടു, ബോർഡർ ലെവലാന്ന് പറഞ്ഞു, അപ്പം തന്നെ അവർ തീരുമാനിക്കുകയാണ് അവർ എന്താ പറയുക ഫുൾ ടൈം ലൈഫിലോ രോഗിയായെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ട്യൂമർ വന്നതാണ്, ലിവർ പ്രോബ്ലം വന്നതാണ്. ഇത് രണ്ടും ഞാൻ തരണം ചെയ്തത് ഈ മെഡിറ്റേഷനും ഈ മാഗ്നറ്റിക് ബെഡിൻ്റെ ഇതും നല്ലൊരു ഇതായിട്ട് തന്നെ ഞാൻ ടൂളായിട്ട് തന്നെ യൂസ് ചെയ്തതാണ്. അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിനനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഹോസ്പിറ്റലിലെ ടാബ്ലറ്റുകളൊന്നും ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ കൂടുതൽ ഗുണം ഇത് തരുന്നുണ്ട്. എൻ്റെ ദേഹം മൊത്തം ചൊറിഞ്ഞ് പൊട്ടിയായിരുന്നു. ആ ടാബ്ലറ്റ്സ് എടുത്തിട്ട് സ്റ്റിറോയിഡൊക്കെ ആയിരുന്നു, അതെടുത്തിട്ട് ദേഹം മുഴുവൻ പൊട്ടിയ സമയത്ത് ഈ മാഗ്നറ്റിക്കിൻ്റെ വെള്ളം ഞാൻ ദേഹത്ത് ഒഴിച്ച് കുളിക്കുകയും ദേഹത്ത് പുരട്ടി കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതെനിക്ക് പ്രൂഫ് ചെയ്ത് കാണിക്കാൻ തന്നെ പറ്റും. അത്രയും ഒരു എഫക്റ്റ് ആയിട്ടുള്ള സമയം ഞാൻ ഒരുപാട് നാൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്റെ റിസൾട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്താരും എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം എനിക്ക് എന്താ ആഴ്ചയിൽ ഒരു ദിവസം പോകാറുണ്ട്. അപ്പൊ എന്റെ കാറിൽ ഒരു സീറ്റ് പാഡ് ഇട്ടുണ്ട്. ഈ സീറ്റ് പാഡിൽ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബാക്ക് പെയിനോ 8 മണിക്കൂർ ഇരുന്നിരിപ്പ. കാരണം ഞങ്ങള് പിന്നെ അവിടെ ചെന്നിട്ട് കിടക്കുള്ളൂ. ഒറ്റ യാത്രയാണ്, അതിനിടെ ചായ കുടിക്കാൻ പോലും നിർത്താറില്ല, ഒറ്റ ട്രിപ്പ്. അങ്ങനെ പോയിട്ട് പോലും ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പുണ്ട്, എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ശ്രീനിജിനെ കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഈ റിസോർട്ടിന്റെ കൂടെ നമ്മളൊരു കോംപ്ലിമെന്റ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കട്ടെ അല്ലെ. എപ്പോഴും നമ്മൾ പറയുമല്ലോ, മറ്റുള്ളവർക്ക് ചാരിറ്റി പലതരത്തിൽ ചെയ്യാം. ഒന്ന് അറിവ് കൊടുക്കാം അല്ലെ, ജ്ഞാനം നല്ലൊരു ചാരിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഒരാൾക്ക് അസുഖം വരാതിരിക്കാനുള്ള ഒരു ഉൽപ്പന്നം സൗജന്യമായിട്ട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ. അത് ഈ ഒരു പ്രൊഡക്റ്റോട് അറ്റാച്ച് ചെയ്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ തന്നെ പലർക്കും അതൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ പലരുടെ അടുത്തും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ സെയിം സാധനം ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇന്ന് അത് വലിയ ഗുണവും ചെയ്യുന്നുണ്ട്. കാരണം ഷുഗറും പ്രഷറും ഒക്കെ വന്നിട്ട് ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവർക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മുടെ റിസോർട്ടിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീല് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അതിന്റെ കൂടെ കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ എല്ലാവർക്കും സൗജന്യം കൊടുക്കാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പൊ അവിടെ താമസിക്കുമ്പോൾ ആ ഫീല് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉൽപ്പന്നം കൂടെ കൊടുത്തു വിടുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അല്ലെ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ അസുഖം വരാതെ നോക്കണം അല്ലെ. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോണത്. മാത്രമല്ല ആന്റി ഏജിങ് അല്ലെ, ഇതിലൂടെ സംഭവിക്കുന്നത് ഏജ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. പിന്നെ ആ റിസോർട്ടിൽ വന്ന് താമസിക്കുമ്പോൾ കിട്ടുന്ന, ഞങ്ങൾ പറയും ഒരു കായകൽപ്പ ചികിത്സയ്ക്ക് എന്ന പോലെ 1 മാസം വന്ന് താമസിച്ചു നോക്കിയേ അല്ലെ. എന്തായാലും ജനുവരി ലാസ്റ്റോട് കൂടെ തന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ശ്രീനിജ ഇനിയുള്ള കാലം അല്ലെ ഈ അത്ഭുതകരമായിട്ടുള്ള ഉൽപ്പന്നം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ദൈവത്തിൻ്റെ ദൂത എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കുന്ന സൗജന്യമായിട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ
അപ്പോൾ അത് ഒരു ഭാഗമായിട്ട് മാറാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം നമ്മളെ ഒരു പ്രൊജക്റ്റിലേക്ക് തന്നെ ജസ്പേഡ് ബിൽഡേഴ്സിലേക്ക് വെൽക്കം ചെയ്യണം. ഓക്കെ താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച്.